ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ചക്കക്കുരു വച്ച് ചെയ്യാൻ പറ്റുന്ന 3 റെസിപ്പീസ്, ഈസിയാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള 3 റെസിപ്പീസാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഇതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് തലേ ദിവസം ചെയ്ത് വെച്ചാൽ എളുപ്പമാണല്ലോ. അപ്പോൾ വെള്ളത്തിലിട്ടതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പിന്നെ ചക്കക്കുരു ഇങ്ങനെ ഒട്ടും സോഫ്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത ചക്കക്കുരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഒരു വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ, അതുപോലെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും ഒരിത്തിരി വെള്ളമൊക്കെ ചേർത്ത് വേവിക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചക്കക്കുരു ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കുറുകെ കട്ട് ചെയ്യില്ലേ നമ്മൾ, അതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന ചക്കക്കുരു ആയതുകൊണ്ട് 2 വിസിലിൽ തന്നെ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടി, അപ്പോൾ ഞാനിത് ഈ തേങ്ങ ഇങ്ങനെ കൊത്തി എടുത്തിട്ട് ഈ ബ്ലെൻഡറിലിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ഉള്ളി, 1-2 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ വലിയ ജീരകം, 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഉണക്കിയൊക്കെ വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഞാൻ എൻ്റെ തലയും വാലും ഒന്നും നുള്ളി കളഞ്ഞിട്ടില്ല. അതങ്ങനെ ചേർത്തിട്ട് അരപ്പ് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് ലാസ്റ്റ് 1 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ അരപ്പ് ചേർക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ കൂട്ട് ഈ സമയത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഒരു കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വറ്റിക്കോട്ടെ. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത്. കറിക്ക് നല്ലൊരു ബൈൻഡിങ്ങും കിട്ടും, കാണാനും നല്ല ഭംഗിയുണ്ടാവും, കറി കാണാൻ നല്ലൊരു ടെക്സ്ചറായിരിക്കും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഉപ്പ് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട. നമ്മളിപ്പോൾ ചെമ്മീനും ഇത്തിരി അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായി ചെറിയൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത്രയും മതി. ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, പിരിഞ്ഞ പോലെയാവും. ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു താളിപ്പിന് വേണ്ടി 2-3 ഉലുവയും, അതുപോലെ കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് താളിച്ചെടുക്കാം. പിന്നെ ലാസ്റ്റ് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർക്കുന്ന മുളക് പൊടിയുടെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഒരു ഗ്ലേസിങ് ആയിട്ട് മുകളിൽ കിടക്കില്ല കേട്ടോ. അതായത് ആ ഓയിലിൽ ചേരാവുന്ന അത്രയും പൊടി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, മുളക് പൊടി. ഇത് താളിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ചോറിന് കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റും ആയിരിക്കും. നമ്മളിത്തിരി പെരിഞ്ചീരകമൊക്കെ എല്ലാവരും ചേർത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് ആദ്യം വറുത്തെടുക്കുകയാണ്. അതായത് ചക്കക്കുരു പിന്നെ പാവയ്ക്കയും ചേർത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് വറുത്തെടുക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ പെട്ടെന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകം, ഒരിത്തിരി സവോള, അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എല്ലാം ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ തേങ്ങയുടെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരണം, അതുവരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ ഈ തേങ്ങ കൊത്തിയെടുത്തതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്ത് വറുക്കുന്ന സമയത്ത് എല്ലാം ഈവനായിട്ട് ഒരേപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. നമ്മൾ ചിരകി എടുക്കുന്ന പോലെയല്ല, ഇതിലെല്ലാം ഒരേപോലെയല്ല, പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരിത്തിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പീസ് വാളംപുളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികൾ, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ടേസ്റ്റിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഗ്യാസ് ഓഫാക്കുക. ആ ചൂടിൽ തന്നെ കിടന്നിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരും. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോഴേക്കും ഞാൻ ചെറിയൊരു പീസ് പാവയ്ക്ക കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ ആണ് കട്ട് ചെയ്തേക്കണത്. ചക്കക്കുരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ പാവയ്ക്ക ഞാൻ സെയിം പോലെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് നേർപ്പിച്ച് കട്ട് ചെയ്യരുത്, അപ്പോൾ പിന്നെ കുക്കറിലിട്ട് വിസിലടിക്കുമ്പോൾ കുഴഞ്ഞു പോകും. അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഒരു റെസിപ്പിക്ക് കൂടി വേണ്ടിയിട്ട് ചക്കക്കുരു ഇതുപോലെ നമ്മൾ തീപ്പട്ടിക്കമ്പ് പോലെ നേർത്തതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കുക്കറിൻ്റെ നമ്മൾ നേരത്തെ വെച്ചതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അറ്റ് എ ടൈം രണ്ടും നമുക്ക് റെഡിയായി കിട്ടും. അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇനി മറ്റേത് ചക്കക്കുരു വെന്ത് കുക്കറൊക്കെ ഒഴിച്ചെടുത്തിട്ട് വേണ്ടേ, ഇതാകുമ്പോൾ ഒന്നിച്ച് രണ്ടും റെഡിയായി കിട്ടും. 2 വിസിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ആ കറിവേപ്പില എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, അതിൻ്റെ ആ കുരുവൊക്കെ ഉള്ളതുകൊണ്ട്. ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടും മൊരിഞ്ഞ് വരണം, അപ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ആ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ ഇപ്പോൾ ഈ ഓയിലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്തിട്ട് അതുകൂടി ചേർത്തൊന്ന് മൊരിയിച്ചെടുക്കണം. ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ, ഒരുപാട് ബ്രൗണൊന്നും ആയി വരണ്ട. എന്നാൽ ഒരു പച്ചപ്പൊന്ന് മാറുകയും വേണം. ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു പാവക്കയും കൂടി ചേർന്നിട്ടുള്ളത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് കിട്ടണം, വെന്ത കുഴഞ്ഞു പോകാനും പാടില്ല. എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു കളറിന് വേണ്ടി ഇത്തിരി മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തത്. അപ്പോഴേ കറി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളകിൻ്റെ പൊടി. ഈ ചക്കക്കുരുവിൻ്റെ ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി കുരുമുളകും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിനൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. ഇനി ഇതൊന്നും ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് ഒന്നങ്ങോട്ട് റെഡിയായി വരുമ്പോഴേക്കും അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ, നല്ല പേസ്റ്റ് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി എന്തായാലും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ ഇത്രയും വെള്ളം അതിലുണ്ടായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, എന്നാൽ ഒരുപാട് കുറുകിയതുമല്ല. ആ ഒരു രീതിയിൽ വെള്ളം കറക്റ്റാക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക. അപ്പോൾ പാവയ്ക്കൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരിത്തിരി ഉപ്പ് കൂടി നിന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ട് തിളക്കുക. പിന്നെ ലാസ്റ്റ് ഇതുപോലെ ഒരിത്തിരി ശർക്കര ഓപ്ഷണലാണ്, പക്ഷെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ആദ്യമേ ചേർത്ത ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അടച്ച് വയ്ക്കുക.
ഇപ്പോൾ അതേ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചോറിന് തൈരും പപ്പടവും ഈ ഒരു കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിറ്റേ ദിവസമൊക്കെ വച്ചിട്ട് നമ്മൾ പുറത്ത് വെച്ച് ഒന്നും കൂടി പിറ്റേന്നൊക്കെ ഒന്ന് തിളപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ കറി വച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടി നമ്മളിത് ഇതുപോലെ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരു ചെറുതായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി വേണം ഉപ്പ്. ഇനി കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ചെറിയ ജീരകം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ചക്കക്കുരു വേവിച്ച വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പൊടികളൊക്കെ ചേർത്തല്ലേ, ഒന്നും നനവ് വേണ്ടേ. അപ്പോൾ ഇപ്പോൾ ഇത് നത്തോലി അല്ലെങ്കിൽ നമ്മുടെ കൊഴുവ മീനൊക്കെ മുളക് തേച്ച പോലെ തോന്നണില്ലേ, കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് മുളക് തേച്ച് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയോടുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഒരുപാട് സമയം ഇങ്ങനെ കുത്തി കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു പൊടിഞ്ഞു പോകും. നമ്മളിതൊന്ന് കുടഞ്ഞെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് കുടഞ്ഞെടുത്ത്, വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഇടയ്ക്ക് ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ നല്ലതായിട്ട് മുരിഞ്ഞ് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇതും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ലതാണ്. നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത്, ഫിഷൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഫ്രൈ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തുറന്ന് അടച്ചു വയ്ക്കേണ്ട കാര്യമില്ല, എന്നാലും പിന്നെ അടച്ച് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ചിക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഇന്ന് കാണിച്ച 3 റെസിപ്പീസും നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.